35 വർഷം മുന്നേ 8 പാത്രങ്ങൾ അടക്കിയിട്ട് അകത്ര ആയിട്ടുള്ളൂ. കൊടുക്കാൻ സങ്കടപ്പെട്ടു. എന്നിട്ട് ബ്ലൗസോ ഒരെണ്ണം എന്റെ പോലത്തെ ഒരാള് കാണാൻ മാത്രല്ല ഒരാളും തന്റെ കൂടെ നിൽക്കില്ല. അതിനാണല്ലോ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്. മമ്മിയുടെ കൂടെ നിൽക്കണേ ആൾക്കാർക്ക് ഞാൻ പറയില്ല മാത്രമല്ലോ. പറഞ്ഞോ ഞാനാ പറയേ കാരണം കൂടി പറഞ്ഞോളൂ. വൃത്തിയായിട്ട് ഇടുമായിരുന്നു. എന്റെ മോട്ടിവേഷനിലെ നാട്ടുകാര് നന്നായി, എന്റെ വീട്ടിലുള്ള ഒറ്റകൾക്ക് ഗുണം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാരും ആയിട്ട് കുഴപ്പമില്ല, ഞാൻ മാത്രമല്ലല്ലോ. ഭർത്താവ്, മക്കള്, മരുമോള്. നിങ്ങളെ കണ്ടിട്ട് ഇത് യൂട്യൂബറാന്ന് പറയും, നിങ്ങൾ യൂട്യൂബറാന്ന് പറയണില്ലേ? ഡാഡിക്ക് അഭിമാനിച്ചൂടെ? ഡൗണായി നിങ്ങള് രണ്ടാളും നല്ല വരാൻ പറയും. പറഞ്ഞോളൂ മോളെ. ഇതൊക്കെ ആവശ്യം ഡൗട്ടാ. അല്ല മമ്മി അങ്ങനെ പറയരുത്. 3 വർഷമായില്ലേ ബിസിനസ് തുടങ്ങിയിട്ട്? അതിലാകെ സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെയല്ലേ ഡാഡി ഇല്ലാണ്ടുള്ളൂ? എപ്പോ വിളിച്ചാലും വരും. അല്ല, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 7 മാസം 12 മാസം ഒരു കൊല്ലം. 12 മാസത്തില് 7 മാസം ഇല്ല, ബാക്കി 5 മാസം. ഞാനും ഒപ്പം ടൂറ് പോകും. കോട്ടയത്തേക്ക് വിടുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മളിന്നൊരു ഈവനിങ് വ്ളോഗാണ്. നമ്മള് പെരുന്നാൾ പണിപ്പൂരയിലാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സംഭവം കാണുമ്പോൾ മനസ്സിലാവും, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ പൊട്ടിക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല, അല്ലെങ്കിൽ പല പല തിരക്കുകൾ കാരണം അത് പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് മിക്സി വന്നതിന്റെ പേരിൽ നമ്മൾ വീണ്ടും മാവരയ്ക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ രാവിലെ തന്നെ ഇഡ്ലിക്കുള്ള അരിയും സാധനങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലേ ചാക്കോ? മിക്സി തുറക്കാം, മിക്സി തുറക്കാം. ആ തുറക്കട്ടെ. അപ്പൊ ഇത് പ്രീതിയുടെ ബ്ലൂ ലീഫ് ആണ് കേട്ടോ. പണ്ട് തൊട്ടേ ഭയങ്കര ഡിമാൻഡ്, നല്ല റേറ്റിംഗ് ഉള്ള ഒരു മിക്സിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലും ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 6 വർഷത്തിന് മുകളിലായിട്ട് ആ മിക്സി നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോഴാണ് തുറക്കണത്. മൂടിയുണ്ട്. വാവ് വാവ്. ബ്ലേഡ്, എക്സ്ട്രാ ഉള്ള ബ്ലേഡ്. ഇതൊരു ജാറാണ് കേട്ടോ, അതായത് സ്റ്റോറേജ് ജാറാണ്. ഓനെ സമയമില്ലാത്ത സമയം തന്നെ പരീക്ഷിക്കില്ല. അവിടെ വെച്ചോണ്ട് വരുന്നത് അല്ല, അത് എടുത്താലേ എടുക്കാൻ പറ്റുള്ളൂ. ഓ സ്പൂണ് കൊണ്ടുപോകും. വലിയൊരു ജാറുണ്ട്. ഇതിലാണ് മാവ് അരിക്കണത്. പിന്നെ ഇത് മിഡിൽ വൺ, നമ്മുടെ പൊടിക്കണ മിക്സിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം അത്യാവശ്യം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ജ്യൂസറിനല്ലേലും ഞങ്ങൾക്ക് തേങ്ങാപ്പാൽ. തൃശ്ശൂരുകാരുടെ മെയിൻ സംഭവമുള്ള തേങ്ങാപ്പാൽ. അപ്പം ഞങ്ങളുടെ ജ്യൂസർ ആക്ച്വലി കേടായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത് ഭയങ്കര ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞാലും ഇപ്പൊ ഞാൻ മുന്തിരി വേവിച്ച് വെച്ചിട്ടുണ്ട്. മമ്മി ഉദ്ഘാടനത്തിന് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഉൾക്കടിക്കാൻ പറ്റില്ല ഇത്. അതാണ് ഞങ്ങൾ. പിന്നെ ഇതിന്റെ മെയിൻ യൂണിറ്റ് നമ്മുടെ മിക്സി വന്നടാ. മിക്സിയുടെ തുണി വരട്ടടാ. തലയിട്ടോ. അപ്പം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് കേറി ഇരിക്കായിരിക്കും കേട്ടോ മോനെ, അപേക്ഷയാണ്. അവിടുത്തെ മാറ്റാവും ബുദ്ധിയിട്ട് വൈനെ. ഇത് മെയിൻ സംഭവം. ഇതിവിടെ വെക്കാം. ഇത് ഏറ്റവും ചെറിയ ജാറാണ് കേട്ടോ. നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കണ ജാറാണ് കേട്ടോ. ഇതിന് പൊതുവെ നല്ല ഒരു റിവ്യൂ ഉള്ളതാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലും നല്ല, നമ്മൾ വോൾട്ട് നോക്കിയിട്ടാണ്. ഇത് 750 വോൾട്ടാണ്. നമുക്ക് വീടുകളിലേക്ക് ശരിക്കും
750 മതി. പിന്നെ കഠിനമായ പരിപാടികളുള്ളവർക്കൊക്കെ 1000 ശരിക്കും ആവശ്യമില്ല. കടക്കാർ പോലും അത് പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ ആദ്യം അതാ പറഞ്ഞു, അപ്പോൾ അവരൊക്കെ പറഞ്ഞു വേണ്ട അതിന്റെ ആവശ്യം. 750 മതി നമുക്ക് ശരിക്കും. ഇപ്പൊ നമ്മള് അവരും പറഞ്ഞു ബോഡിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മുടെ സോഡിയൊക്കെ എടുക്കുമ്പോ ഇതിന്റെ സെയിം ഫങ്ഷൻ ആണ്, പക്ഷെ ബോഡി ഭയങ്കര ഗോഡി ആയിട്ട് സിൽവറും സ്റ്റീലും ഒക്കെ ആയിട്ടുള്ള ബോഡിയാന്ന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു കേട്ടോ. മിക്സി ആയിട്ടുണ്ടേ. നോക്ക് മമ്മീനെ നോക്കിട്ട് ഹായ് പറഞ്ഞേ. ഹായ്. കുട്ടി അക്കിയുടെ വീട്ടിൽ ട്രിപ്പിന് പോയിട്ട് വന്നേ. എന്നിട്ട് എന്താന്നറിയില്ല, ഞാൻ ബിസിനസ്സിന് ഇരിക്കുകയോ അടുക്കളയിൽ കയറിയോ ഭക്ഷണം കഴിക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്ത ഈ കുട്ടി എവിടെയാന്നറിയില്ല, അപ്പൊ പാഞ്ഞു വരും അല്ലേ. നമുക്ക് മാവരയ്ക്കണം, നാളെ ഇഡ്ഡലി കഴിക്കണ്ടേ, ചേട്ടന് സ്കൂളിൽ കൊടുത്തു വിടണം. തോമുനിപ്പം ഫേവറേറ്റ് ഇഡ്ഡലി നൂലപ്പമാണ്. എങ്ങനെ കഴിഞ്ഞിരുന്ന എന്റെ മോനാന്നറിയോ, നാട്ടിലേക്ക് ഇറങ്ങി ഒന്ന് കുട്ടി അല്ലേ ചാക്കോ. ചാക്കോ ഗൂബോയാണ്, ചാക്കോ ഗൂബോയാണ്. ചാക്കോ നാടൻ കുട്ടിയാ. അവന്റെ അമ്മേ ഭയങ്കര ദേഷ്യക്കാരനാണ് നിങ്ങൾ കാണുന്ന പോലെ. ചേച്ചി എങ്ങനെ കൈ കൊട്ടുക? അക്കി വിളിച്ചേ. അക്കിയുടെ വീട്ടിലെ രാജാവാണ് അല്ലേ. അക്കാ അക്കയാണോ മാമു തരിക? ചേച്ചിയല്ലേ മാമു തരിക? പേപ്പ എവിടെ പേപ്പ? മാമു തരാ. ആരാ മാമു തരാ? മാമു. കുട്ടിക്ക് അക്കിയുടെ വീടിന്റെ കാര്യം പറഞ്ഞപ്പോ മാമു ആണോ? ആ ബൈ പറ. ഞാൻ മാമ വരയ്ക്കട്ടെ. ചാച്ച പറ. സ്കിപ്പാനും കൊടുക്കാൻ നിന്റെ ചേട്ടന്. പല പല പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ. എവിടെ തീരുമെന്ന് അറിയത്തില്ല ഈ പ്രശ്നങ്ങൾ. ഞാനിനി ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് വരാം. അതായിരിക്കും നമ്മുടെ മറ്റേ തകർത്തി വെച്ചിട്ട് പറത്തിയത് മാറ്റി വെച്ച നമ്മള്. ഏതാ കുപ്പികള്? മറ്റേ എല്ലാം അവിടെ ഒരെണ്ണം വെച്ചു, ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 വെച്ചു. ബാക്കിയൊക്കെ ഇതിന്റെ അടുത്ത് വെച്ചു. മമ്മീനെ വെയിറ്റ് ചെയ്യണ്ടല്ലോ, സ്പോട്ട് കണ്ടുപിടിച്ചല്ലോ. അപ്പൊ പിന്നെ എന്തും ചെയ്യാം. ഇനി ഞങ്ങള് വേറൊരു ജോലിയുണ്ട് ഞങ്ങൾക്ക്. ഞാനേ ഇപ്പൊ വരാം. കട്ട് ചെയ്യണ്ട മമ്മി, ഞാൻ വരാം. എന്ത് സാധനം? സ്കിപ്പാഡ് കൊടുക്കാൻ. അപ്പോ ഇവിടെ മമ്മി ഞാൻ വന്ന സമയത്ത് പിന്നെ നിമ്മളെ ഒരു പ്രസവം വരെ അതായത് ഇങ്ങനെ ഒരു വൈൻ ഗ്ലാസ് ആണ് കേട്ടോ. ഇതില് എല്ലാ റൂമിലും അതുപോലെ ബാത്റൂമിലും എല്ലായിടത്തും ഉപ്പുകല്ല് നിറച്ചു വെക്കും മമ്മി. അപ്പൊ ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ നിമ്മളുടെ ഡെലിവറിക്ക് ശേഷം മമ്മി ഒരു മായ ലോകത്തായിട്ട് ഇതൊക്കെ ഞങ്ങളുടെ മുടങ്ങിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മമ്മി പറയുന്നുണ്ട് ഞാൻ മുറിയിലിരുന്ന് പറഞ്ഞാൽ കഴുകി ഞങ്ങളുടെ റൂമിൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വെച്ച്. പക്ഷെ ഇന്ന് ഞാൻ ചോയ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ബിൽഡിങ്ങിന്റെ അവിടെ ഈ വൈൻ ഗ്ലാസ് വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു പെരുന്നാൾ പ്രമാണിച്ച് വന്നിട്ടുള്ളതാന്ന് തോന്നുന്നു. ഒന്നും നോക്കിയില്ല, മമ്മിയോട് പോലും അനുവാദം ഞാൻ ചോദിച്ചില്ല. ഇതും ഉപ്പുകല്ലും ഞാൻ വാങ്ങിച്ചു. കല്ലുപ്പ്. കല്ലുപ്പ്. ഉപ്പുകല്ല് അല്ല കല്ലുപ്പ്. തിരിഞ്ഞു പോയി. കല്ലുപ്പ് വാങ്ങിച്ചു. നമ്മളിവിടെ മൊത്തം പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇതിലൂടെ നമ്മൾ നെഗറ്റീവ് എനർജി അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് മമ്മി പറയൂ. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മളിങ്ങനെ ഒരു ബൗളോ എന്തെങ്കിലും, ഇതിപ്പോ എളുപ്പമാണ്. അപ്പൊ ഇതില് കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ എവിടേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന റൂമുകളിലായാലും ബാത്റൂമിലായാലും ഹാളിലായാലും അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ അറിയാം. എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉള്ള സമയമാണെങ്കിൽ അത് ഫുൾ ഉപ്പ് വെള്ളമായിട്ടിരിക്കുന്നുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ വെള്ളം അങ്ങനെ എടുത്ത് മാറ്റി പുതിയ ഉപ്പ് നിറയ്ക്കുക. ആ നിറയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പഴയ ഉപ്പിൻ്റെ വെള്ളം ഉണ്ടായാൽ പിന്നെ പെട്ടെന്ന് ആവും അത്. അപ്പം അതൊന്ന് ഉണക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴും നല്ലത്. അത് ഞാൻ പറയുന്നതല്ല, ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിലും നിങ്ങൾ പോയാൽ കാണാം. ബാത്റൂമുകളിലും പിന്നെ റൂമുകളിലൊക്കെ കാണാം. അപ്പം അത് എനിക്ക് തോന്നുന്നു അതെ നല്ലതാ. ഫെൻഷുവിൻ്റെ ആണ് ഇതൊക്കെ എന്ന് വെച്ചിട്ട് ഇതൊരു അന്ധവിശ്വാസമല്ല. ചിലർക്ക് ഒരു ഫെൻഷു എന്ന് പറയുമ്പോൾ അത് വേറെന്തോ ആണ്, ഏതോ ഒരു ദൈവമാണെന്നൊക്കെ ഒരു തോന്നലാണ്. ഒരിക്കലുമല്ല. അതൊക്കെ ഒരു എന്താ പറയുക വാസ്തുവിൻ്റെ ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ നമ്മുടെ പരിയപ്പുറം ഒന്ന് കാണിച്ചു കൊടുക്കാറുന്നില്ലേ? ആരും ഞാൻ ഞെട്ടരുത്. അമ്മാവ ഞങ്ങളുടെ വീട് കണ്ടിട്ട്
ഞാൻ വലിയ ഗമയില് ഒക്കെ വലിച്ചു വാരി ഇട്ടു. അതിൻ്റെ ഉള്ളു കാണിക്കണ്ട കേട്ടോ, ഉള്ളു കാണിച്ചാൽ ഉള്ള കംപ്ലീറ്റ് ഗ്ലാമർ പോകും. അതോടെ മമ്മിയുടെ ഗ്യാസ് തീർന്നു. ഇതിങ്ങനെ ഒതുക്കി വരുമ്പോഴേക്കും ഉള്ള ഗ്യാസ് അങ്ങോട്ട് പോയി. അതെന്താന്ന് പറഞ്ഞു കൊടുക്കൂ. ഇത് മൊത്തം ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സ് മമ്മി കുറെ വർഷങ്ങളായിട്ട്, കൊറേ ഇരിക്കണം, 1 വർഷമായിട്ടുള്ളൂ. ഇതല്ലാതെ വേറെ ഷെൽഫിനകത്ത് കുറെ ഉണ്ട് കേട്ടോ. അത് സ്റ്റോക്ക് ചെയ്യാൻ പോണോ? അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. മൊത്തമായിട്ട് ചില്ലറയായിട്ട് വിൽക്കപ്പെടും. ഒരു തന്നാലും ഇത് തരും കേട്ടോ. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിൽക്കാനല്ല കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ വന്ന് കൊണ്ടുപോക്കോ. അല്ല, അവര് വിചാരിക്കും ഇത്ര പിച്ചകളാണോ എന്ന് വിചാരിക്കുക. ഡിസ്പോസിബിൾ ഗ്ലാസ് വലിച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു സൈഡിൽ നിന്ന് ഒതുക്കണം. എന്നിട്ട് ഇവിടെ ഫുൾ ക്ലീൻ ആക്കി ഇടണം. കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പെരുന്നാൾ സംബന്ധമായിട്ട് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഇനി ചെയ്യണം. അതൊക്കെ അതേ നിങ്ങൾ നാളെ എന്റെ വ്ളോഗ് കാണുമ്പോഴേക്ക് ഇത് മുഴുവൻ ക്ലീൻ ആയിണ്ടാവുന്നാണ് എന്റെ ഒരു വിശ്വാസം. ആരോഗ്യം ഗ്യാസ് പോയിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോ ഫുൾ എനർജി തുള്ളി നിന്ന ആളാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നോക്കി സോഫയിൽ വന്ന് കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, മമ്മി ഗ്യാസ് പോയിട്ട് വലിച്ചു വാരിടണ്ട. ചാക്കോ, നീ തിരിച്ച് അക്കിയുടെ വീട്ടിൽ പോവൂ. ഇവരെ ഞാൻ കേറ്റാണ്ട് ഇവിടെ വെച്ചേക്കായിരുന്നു. ഓക്കെ, ബൈ. ഇഷ്ടായോ? കൊള്ളാവോ? ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എടുത്ത് വെക്കുക ഓരോ സാധനങ്ങൾ. ഇങ്ങനെ കണ്ട, ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും. ഇവൻ ആ പാക്ക് ചെയ്ത് സ്റ്റിക്കർ ആക്കിയിട്ടുള്ളത് ഇത് ഈ ബോക്സ് ആയാലും മതി. ആ കണ്ട, അത് മൂടി വെച്ചിട്ട് വെറുതെ സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചവിടെ വെക്കും. അപ്പോൾ ആർക്കെങ്കിലും കൊണ്ടുപോകണവർക്കായാലും ഒരു എന്താ പറയുക, ഒരു പ്രശ്നമില്ല. അത് മൂടി അതിൻ്റെ കൂടെ ഉണ്ടാവും. എവിടെയെങ്കിലും വല്ല കല്യാണങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പകർച്ച അവിടെ പോകുന്നവർ ഡിക്കിയിൽ എടുത്തിടുക, കറി വാങ്ങിച്ചു വരിക, വീട്ടിൽ കൊണ്ടുവരിക, ചൂടാക്കി കഴിക്കുക. മൈക്രോവേവ് സേഫ് ആണ്. ഇതിപ്പോ മമ്മിയാണ് ഇവിടെ നടിച്ചത്. അതെ. അപ്പൊ ഞാൻ ഇനി മിക്സി പ്രവർത്തിപ്പിച്ചിട്ട് കാണിക്കാം. അത് ഒരു ബ്രേക്ക് ആണ്. അത് അപ്പോഴേക്ക് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യട്ടെ. അല്ലാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. നാളെ കഴിഞ്ഞ് മറ്റന്നാ പെരുന്നാളാണ്. നാളെ വൈകുന്നേരം ആള് വരും. ലിപ്സം വന്നില്ലല്ലോ ലൈറ്റ് ഇടാൻ. ശരിയാണല്ലോ, അങ്ങനെ ഒരു കുരിപ്പ് വരാനല്ലോ. നല്ല തൊട്ട് വരം വരുന്ന അവനെ വരുമ്പോ കാണിക്കാം. അവനാണ് താരം. അതെ. അപ്പൊ ഇനി മിക്സി ഓൺ ആക്കിയിട്ട് കാണിക്കാം. ഓക്കെ 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 ഓക്കെ. എല്ലാം എടുത്ത് അകത്ത് വെച്ചു. പക്ഷെ ഞങ്ങൾക്കൊരു ചോദ്യചിഹ്നം വന്നു. ഈ കുന്തം അതിനകത്തൊട്ടില്ല. എന്റെ പൊക്കം കൂടി ജസ്റ്റ് ഒന്ന് പൊക്കം കൂടി. മിക്സിക്ക് കുറച്ച് ആയിട്ടുണ്ട്. എന്നാലും സലവാറിന്റെ നീളമുള്ളതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വെക്കുമ്പോ മാത്രം. ബാക്കി രണ്ടിനും കുഴപ്പമില്ല. മാവ് അരയ്ക്കുമ്പോ മാത്രമേ കുഴപ്പമില്ല. അപ്പൊ ഇനി അരച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത യജ്ഞം. പക്ഷെ ചാക്കോച്ചൻ ചൊറിച്ചിലോണ്ടി ഹൈ പീക്കിൽ നിൽക്കുകയാണ്. കറണ്ട് പോകുന്നു വരുന്നു പോകുന്നു. കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ അങ്ങനെയാണ്. മിന്നിയ ലൈറ്റ് അത് മിന്നണുണ്ടോ ഡിവൈനെ? അത് ഫോണിൽ കാണുന്നതല്ലേ? ഫാൻ കറങ്ങണതാന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് കാണുമ്പോ മിന്നണ പോലെ തോന്നാം ഫോണിന്റെ. അല്ല സോറി, മാവരയ്ക്കുക. നാളെ ഐശ്വര്യ ഇഡ്ഡലി ചുട്ട് തിന്നും. അതെ, ഇഡ്ഡലി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. രാവിലെ ഞാൻ എടുക്കുമ്പോ ഡിവൈൻ ഇത് ഈവനിങ് റുട്ടീൻ അല്ലേ? അപ്പൊ നാളെ രാവിലെ ഉണ്ടാവില്ലല്ലോ. സോ സാഡ്. അല്ല, ആരോഗ്യമുള്ളപ്പോ മാത്രം. കുറച്ച് കഴിയുമ്പോ വാടിത്തുളർന്ന കുമ്പളപ്പം പോലെ ഇങ്ങനെ അവിടെ പോയി കിടക്കുന്നതാണ്. മമ്മീനെ എവിടെ കണ്ടില്ല, സോഫയുടെ മൂലയ്ക്ക് നിർത്തിയാൽ ഇങ്ങനെ നടക്കും. കിടക്കുന്ന ഇങ്ങനെ കിടക്കുക. ചാക്കോച്ച വന്നിട്ട് കൊറേ പോയി വിളിച്ചു. പക്ഷെ മമ്മി അറിഞ്ഞില്ല. ചാക്കോ, അക്കിയുടെ വീട്ടിൽ പോവാ. അടയ്ക്കാനാണോ? അടച്ചു. പുതിയ സാധനം കാണിച്ചു വെച്ചത്. അതെ, മമ്മി പുതിയ ഹോൾഡർ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആര് തള്ളല്ലേ? വന്നണ്ടോ ഡിവൈനെ? കാറിന്റെ ശബ്ദം കേട്ടില്ലല്ലോ. ദേ വന്നു. തെറ്റിദ്ധരിച്ചു. അപ്പൊ അമ്മ ചെല്ലാം, വാതിൽ തുറന്നു കൊടുക്കട്ടെ കേട്ടാ. ഓക്കെ, ഞാൻ എന്റെ പണി കണ്ടില്ല. ഉറങ്ങിയ മുടി വെട്ടിട്ട് നോക്കട്ടെടാ.
ചാക്കോച്ചി എന്തിട്ട് തരുമെന്ന് വായലും എന്തിട്ട് തോമുട്ടേക്കണ മോൻ ബിസ്ക്കറ്റ് ആണോ? ആ തന്നെ ഓക്കെ. ചാക്കോ ചാക്കോ അക്കിയുടെ വീട്ടിൽ പോണ്ടാ. ചാക്കോ അപ്പയുടെ മോനാരാ? ചാക്കോ അപ്പയുടെ മോനാരാ? തോമാണോ? അപ്പൊ ചാക്കോ അപ്പൊ അമ്മയുടെ മോനാരാ? നീ ഇപ്പഴേ വേർതിരിവ് പറയലടാ. ഞാൻ പോവാട്ടോ മമ്മി, നാളെ ലീലാമ്മ വരുമ്പോ. ഓക്കെ ഞാൻ പോവാ, ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പ ഉണ്ടല്ലോ. തോമുനും വേണ്ട ചാക്കോച്ചനും വേണ്ട. ഞാൻ പോവാണ്. നിങ്ങള് അപ്പനും മക്കളും ഇവിടെ ഇരുന്നോ കേട്ടോ. പൊക്കോട്ടെ അല്ലേ തോമോ? ഞാനും അപ്പയിട്ട് ഊര് പോകുന്നു. നീ കോട്ടയത്തേക്ക് വിടുന്നു. എനിക്ക് തന്നെ പോകാനറിയാടാ. എനിക്ക് ഒരുത്തിന്റെ സഹായം വേണ്ട. കോട്ടയത്തേക്ക് കൊണ്ടുവിടും. എവിടെ കൊണ്ടുപോകും? അതെ, പോണത് ഞാനുണ്ടാവണം ചാക്കോച്ചിര. നീ ഇവിടെ മമ്മിയുടെ കൂടെ ഇവിടെ കാര്യപ്പറമ്പിൽ നിൽക്കും. നീ ഇവിടെ നിൽക്കും, ഞങ്ങള് പോവും. എന്ത് പറയണെന്ന് കിട്ടണില്ലേ കുട്ടിക്ക്? പറയടാ. ഞാനും ടോണും ചാക്കോച്ചിനും പോവാണ് കോട്ടയത്തേക്ക്. ഞങ്ങള് ഷിഫ്റ്റ് ആവാണ്. മമ്മി തോമനെ നോക്കിയില്ലേ, സ്കൂളിൽ വിട്ടാ മതി കേട്ടോ മമ്മി. മമ്മിയുടെ പൊന്നാണ് അവൻ. ഇവിടെ നിക്കല്ലേ തോമു? പിന്നെ അപ്പടെ പൊന്നാ നീ? എന്റെ പൊന്നല്ലല്ലോ. നീ ഉച്ചക്ക് വാട്ടോ സർപ്രൈസ് എന്ന് ചോദിച്ചിട്ട് വെച്ച് തരാം നല്ല ബീക്ക് ഞാൻ. ഈ അണ്ണാൻകുട്ടി ഇരിക്കണോക്ക് ചേട്ടനെങ്ങാനും എടുത്താലോന്ന് പേടിച്ചിട്ട്. അത് അലക്സിയാണ് ഇപ്പൊ പാട്ട് പാടുകയാണ്. അലക്സ പ്ലീസ് പ്ലേ ഇലുമിനാറ്റി. Alexa, please play Wheels on the Bus. ആശിയോ ചേച്ചിയോ? അവനെ തന്നെയാണോ ഓടിക്കണേ? നിനക്ക് നല്ല അടിയുടെ കുറവുണ്ടല്ലെങ്കിലും. കൈ ഇങ്ങനെ വെച്ച് കാണിക്കും ചാക്കോ. ഇങ്ങനെ എങ്ങനെ കാണിക്കോ? ഒളിച്ചു. ഈ വെച്ചേ പണ്ടത്തെ ഡിമ്പിളും മമ്മി നോക്ക്. മമ്മിയുടെ കയ്യിലിരുന്നിട്ട് എല്ലാരും അടിക്കുക. അക്കി എവിടെ ചാക്കോ? മമ്മി അയ്യേ നാണോ. മമ്മിക്ക് ഒരു ഉമ്മ എടുക്ക്. മമ്മിക്ക് ഒരു ഉമ്മ എടുത്തേ. എന്താ മാതാവോ മൂത്താൻ? മാമു അത് മാത്രമേ ഉള്ളൂ, വേറെ 35 വർഷം മുന്നേ 8 പാത്രങ്ങൾ അടക്കിയിട്ട് അകത്രക്ക് ആയിട്ടുള്ളൂ. എന്നിട്ട്
ബ്ലൗസോ ഒരെണ്ണം എന്തേലും ടൈൽസ് ഉണ്ട്. ഇവിടെ ഒരെണ്ണമുള്ളൂ, അതാ ഞാൻ ചോദിച്ചത്. 32 കൊല്ലം മുന്നേയുള്ള ചോറും പാത്രം 17 വർഷം മുമ്പ് ഉപയോഗിച്ച ഡിസ്പോസിബിൾ മാത്രം അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളാരും കണ്ടുണ്ടാവില്ല, വീട് കണ്ടുണ്ടാവില്ല, ദുബായിൽ കണ്ടുണ്ടാവില്ല. ഞാൻ കഴിച്ച ഡിസ്പോസിബിൾ പ്ലേറ്റ് കഴുകി ഞങ്ങൾ അവിടുന്ന് പെട്ടിയിലാക്കി കൊണ്ടുള്ള സാധനമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങക്ക് അവിടെ കളഞ്ഞിട്ട് പോരാ വേണോ? അവിടെ എടുത്തോ. അന്നത് നല്ല സാധനം കാണാൻ. നിങ്ങളെ ഏത് സമയത്ത് കൊണ്ടുവന്നാലും അത് എനിക്ക് നല്ലതായതുകൊണ്ടോ അവിടെ ഇരിക്കുന്നത്. ഓ അതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവൂട്ടാ. ഡാഡി അത് തേച്ചാ കുളിക്കണത്. കുളിക്കാൻ തരുന്നില്ലല്ലോ. ഒരു ദിവസത്തിൽ ഒരാൾക്ക് 3 2 വെച്ച് കിട്ടും. കംപ്ലീറ്റ് ഞങ്ങൾ അവിടെ കുളിക്കാണ്ട് ഇങ്ങോട്ട് അവിടെ കുളിക്കാനല്ല, കുളിച്ചേക്ക് മാറ്റി. ഈ സോപ്പ് ഉപയോഗിക്കില്ല. അപ്പൊ ഞങ്ങൾ അവിടെ സ്പെയർ അടിക്കും. ഞങ്ങൾ ഉപയോഗിക്കുന്ന 4 പേർ വരാൻ പറയും. ദേഷ്യം പറഞ്ഞോളൂ മോളെ. ഇതൊക്കെ ആവശ്യം ഉണ്ടാവൂട്ടാ. മമ്മി ആ മിക്സി ഇപ്പൊ എടുത്ത് വെക്കാൻ പോണില്ലേ, ആ മിക്സിയുടെ ആ ബോക്സിന്റെ മുകളിൽ വെക്കുക, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയി പോകുന്നത്. ഡാഡി ഇത് പിടിക്ക്. ഇത് പെരുന്നാൾക്ക് വെള്ളം ഗ്ലാസ് ഡോളി നൈറ്റ് പൊക്കി കുത്തിയിട്ടുണ്ട്. എന്നിട്ട് വരാന്നറിയില്ല. മമ്മി ഇപ്പൊ ആലോചിക്കണ ഏത് നിമിഷത്ത് അത് തൊടാന്ന്. ഞാന് ഈ നമ്മുടെ വീട് പണി ചെയ്ത പോലെ ഒരു ദിവസം ഇത് തൊടണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. വീട് പണി ചെയ്ത പോലെ ഇവിടെ പൈപ്പ് ഈ സോപ്പ് കാണാണ്ടിരിക്കുന്ന ഇല്ലില്ല, ഞാൻ എടുക്കണ്ടായിരുന്നു 2-3 സൈഡ് ആ സോപ്പാ ഉപയോഗിക്കുന്നത് ഞാൻ. വിമ്മ അലക്കണ സോപ്പാ. അത് ഒരു കൊല്ലം ഉണ്ടാവും ഞാൻ മേടിച്ചത്. അത് അലക്കണ സോപ്പോ? പാത്രം സോപ്പാ. ഞാൻ മമ്മി കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ അതല്ല എടുക്കണേ. എന്നിട്ട് ഡിഷ് വാഷ് ഇല്ലാത്തവർ അതെടുത്തിട്ടാണ് കളിക്കുന്നത്. അത് വെള്ളം കളിക്കുക അല്ല, കഴുകിയത്. 12 മണിക്ക് താഴെ പോവാ. രാത്രി എത്ര മണിയാണെന്നറിയോ? 12 ആവാൻ 10 മിനിറ്റ് കൂടെ. ഗുഡ് നൈറ്റ് ആയിട്ടില്ല ഞങ്ങൾക്ക്. ഇത് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഓ ഞാൻ എന്തു പറഞ്ഞു? ആ ബക്കറ്റിനകത്ത് ഞാൻ സോപ്പ് വെള്ളം ഒഴിക്കാടോ. ഓ കാറിട്ട് ഇപ്പൊ നാട്ടുകാരെ മൊത്തം എണ്ണിപ്പിക്കും. ആ ഇതെന്ത് ഇപ്പൊ മൂത്രം ഒഴിക്കുന്നത്? തറയിലിട്ട് തിരുമലി പോക്കാത്തി തലവേ ശരിക്കും അതേ പറ്റൂ. അതിന്റെ ആദ്യമുള്ള രാവിലെ കാലിന് ചെല്ലും. കുറച്ച് സോപ്പ് നിറയ്ക്കും. റെഡി? ആ ഡിമ്പിളുടെ ബാത്റൂമിന്റെ അവിടുത്തെ അല്ലേ സ്ലിപ്പ് ഔട്ട് അത്? ആ അല്ല പതയിലോട്ട് ചെയ്താൽ മതി. സ്വിച്ച് ചെയ്താ പോലെ. അത് കുതിർത്തില്ല, അപ്പത്തേനും സെറ്റ് ആവും. ആദ്യം എനിക്ക് തോന്നുന്നു നനച്ച് കളഞ്ഞിട്ട് ചെയ്യും. കുടയുമ്പോ പൊടിയുണ്ടോ? പൊടി ഈ പടുത്ത പെരുന്നാൾ വരണ്ടേ?
വെള്ളം മാറുന്നത് നാളെ ചൂടൊക്കെ വെയിലത്ത് ഇട്ടാലും ഉറങ്ങുള്ളൂ. തറയുടെ ചൂട് കൊണ്ടേ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് പക്ഷെ പറ്റണില്ല. പെരുന്നാളുകളൊരു ഉറങ്ങാൻ പോയിരുന്നത് ഒന്നും നടക്കില്ല. അവിടെ നേരെ ഡാഡി മൈ കാൽക്കറോ അടിക്ക് വീശടിക്ക് കുത്തിക്കണ കാലും എടുത്തിടോ. സുന്ദര കാലായി ചെയ്യാണ്ട് പറ്റില്ല. ഞാൻ അതിനുവേണ്ടി വീലർ വാങ്ങിക്കാൻ പോണ്ട. എൻ്റെ വീലറുണ്ട്. ചെയ്ത് ഞാൻ പറ്റില്ല. ഡോണറി എൻ്റെ ഭർത്താവിന് ചെയ്ത് കൊടുക്കണം, എനിക്ക് ചെയ്യണം. ഡോൺ ചേട്ടന് ശരിക്കും ഞാൻ 2000 രൂപ എല്ലാ ഞായറാഴ്ച പ്രഷർ എനിക്കില്ലേ. നമ്മുടെ 2 പിള്ളേർക്കും പറ്റില്ലല്ലോ. ആറ്റിനും പറ്റില്ലല്ലോ. വെള്ളം താഴേക്ക് ഇറങ്ങും. നാളെ രാവിലെ ഒരു കറുപ്പ് കളർ ഉണ്ടാവും മാത്രം. അപ്പൊ ചൂലുകൊണ്ടടിച്ച ആ ചളി ഇങ്ങോട്ട് പോയിട്ട് തോന്നും. ഇനിയിപ്പൊ പറയും സമയം എത്രയെന്ന് അറിയോ, അതുകൊണ്ടാണെന്ന് പറയും. വെറുതെ അങ്ങനെ ഇട്ടാ അപ്പൊ ആ പൊടി അങ്ങോട്ട് പൊക്കോളും. അങ്ങനെ ഒഴുകി പോക്കോളൂ. മതി. ആദ്യമേ ഞാൻ പറഞ്ഞു. അല്ല നീ പെണ്ണ് പറയണ്ട. പറയടി നീ. പറയല്ല, നീ അവസരവാദിയാ. ഞാനാ പറഞ്ഞ വെള്ളം ഇറങ്ങും, പക്ഷെ ആ കറുപ്പ് അവിടെ കിടക്കും, ആ ചേറ് അവിടെ കിടക്കും. ഇതങ്ങാകുമ്പോൾ പരന്ന് കിടന്നോളൂ, കാറ്റ് വരുമ്പം പറന്ന് പൊക്കോളൂ. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും പണികൾ നിങ്ങൾ ചെയ്തിട്ട് ഇത്രയും പണിതിട്ട് ഇനിയിപ്പോൾ ആ സാധനത്തിൻ്റെ ആവശ്യമില്ല. കൊറേ പണികൾ ചെയ്യാൻ പറ്റും. ഡാഡിനെ ഒന്ന് 9:30 ഡാഡി ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും ഇറങ്ങിയത്. അതുവരെ എല്ലാവരും തൂങ്ങിയിരിക്കുകയാണ്. ഡാഡിയാണ് വീടിന് ഐശ്വര്യം. എന്ത് പറയാ, എന്റെ പോലത്തെ ഒരാളെ കാണാൻ മാത്രമല്ല ഒരാളും തന്റെ കൂടെ നിൽക്കില്ല. തിരിച്ചു അങ്ങനെയാട്ടോ. അതിനാണല്ലോ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്. മമ്മിയുടെ കൂടെ നിൽക്കണേന് ആൾക്കാർക്ക് ഇങ്ങോട്ട് ഞാൻ പറയണില്ല മാത്രമല്ലോ. പറഞ്ഞോ കാരാ പറയേ, കാരനെ കൂടി പറഞ്ഞോളൂ. 3 വർഷമായിട്ടുള്ളൂ അല്ലേ? അതുവരെ കുഴപ്പമുണ്ടായി. 4 വർഷം 5 വർഷം അതിന്റെ കൂട്ടി പറഞ്ഞോളൂ വർഷം പറയും. 5 വർഷം ഇപ്പൊ 38 വർഷം കല്യാണം കഴിച്ചിട്ടില്ല. ബാക്കി 33 വർഷം നല്ല കുട്ടിയല്ലായിരുന്നേ. അത് മതി. അതൊന്നും പോരാ. അതായത് എന്ത് പറയുമ്പോഴും മിണ്ടാണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല കുട്ടി. എന്താ ചോദിക്കുമ്പോ ഏത്രാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. നിങ്ങള് ഇങ്ങനെ ആയുള്ളോ? എന്റെയോ ഇനിയിപ്പൊ ഞാൻ എന്നെ ഇവിടെ കെട്ടിച്ചു കൊണ്ടുവന്നു പറയട്ടാ. ഡിംപിളിന്റെ കല്യാണം കഴിഞ്ഞ അതുവരെ എങ്ങനെ വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അതാണ്. നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയില്ലേ? അത് തൊട്ടാണ് തൊട്ടാന്ന് ചെറിയ ഒരു ഭർത്താവിന്റെ രോദന കേൾക്കണം. എന്ത് പറയുമ്പോഴും ഡാഡി എന്തിനാ ഡാഡി അങ്ങനെ പറയണേ, എന്താ ഡാഡി അങ്ങനെ ചോദിച്ചേ എന്ന് ചോദിക്കാൻ ആളുണ്ട്. ഇപ്പൊ അത് മാത്രല്ല 10-40 പേരുണ്ട് പിന്നില്. ആ ഒരു ബലാണ് എനിക്കിപ്പോ കൂടുതൽ. സത്യം ഇട്ടു ഡാഡി അല്ല മമ്മി ഇനി നട്സ് കൊടുക്കണ്ടാട്ടോ. കുറച്ച് ദിവസമായി ഒക്കെ
കാണാനില്ല, ബാക്കി കൊറേ കുമ്പളങ്ങ. ഡാഡിയുടെ ഗുണം കൊണ്ട് എടുത്തു വെച്ചതാ. അല്ല ഇപ്പൊ കൊണ്ടില്ലേ എനിക്കറിയാം നിങ്ങൾ മാറ്റണന്ന് കുമ്പളങ്ങേരിയും മത്തങ്ങേരിയും കുരുകളും മാത്രം. ഞാൻ തൊട്ടിട്ട് ഡിവൈനുള്ളപ്പോഴല്ലേ ഡിവൈനെ നമ്മള് പകർത്തി നിറച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത്. അത് മോനെ ചിലപ്പോ നട്സ് മാത്രം പെറുക്കി കണ്ടിട്ടില്ല ചേട്ടാ. കാണാനില്ല. ബദാമ് നട്സ് ഒന്നും ഞാൻ എന്നിട്ട് കൊണ്ടുവന്നതുപോലും കണ്ടിട്ടില്ല. ഞാൻ എടുക്കാറില്ല കേട്ടോ. നിങ്ങൾ അപ്പനും മോനും തന്നെ അതിന്റെ ആൾക്കാർ. ഞാൻ എടുക്കാറുണ്ട്, എന്നെ എടുക്കാറുണ്ട്. അത് ചിലപ്പോ ഡാഡി കളി കാണും. വെക്കാറുണ്ട്, അത് കുപ്പി നിറച്ച് വെക്കാറുണ്ട്. ഇപ്പൊ ഇന്നലെ പിന്നെ കുപ്പി നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് നല്ല അണ്ടിപ്പരിപ്പൊക്കെ ഇടായിരുന്നു. ഇതിപ്പോ ഇന്നലെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്നു ഒരെണ്ണം. ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല. അവിടെ ബോക്സ് അത് ട്രാൻസ്പെറന്റ് ആയിരുന്നു ഡാഡി, കാണായിരുന്നോ? ഞാൻ കണ്ടു, ഞാൻ തുറന്നു നോക്കി, അപ്പൊ സീൽ ചെയ്തിട്ടുണ്ട്. തുറന്നു നോക്കി പക്ഷെ ഞാൻ തൊട്ട് നോക്കില്ല. അവിടെ ഇരിക്കുന്നുണ്ട്. അല്ല ഡാഡിക്ക് ധൈര്യമാണ്, ഞാൻ ഒറ്റയ്ക്ക് തിന്നില്ല എന്നുള്ള ധൈര്യം. അത് ഉറപ്പ്. അല്ല അത് പക്ഷെ ഞങ്ങൾക്ക് ആ ഉറപ്പില്ല ചേട്ടാ. ഇങ്ങനെ ഒറ്റയ്ക്ക് അതല്ലാന്ന് എന്നെ ഉറപ്പില്ല, ഞാൻ കണ്ടെടുത്തില്ല. ഇപ്പുറത്തെ വീതം കൂടെ എടുത്തത് അഹങ്കാരല്ലേ. അത് തന്നെ എന്തെങ്കിലും സാധനം മേടിച്ചു കഴിഞ്ഞാല് അത് തിന്നാതാണ്. മറ്റുള്ളവർ കൊടുക്കരുത്. അപ്പൊ വേണമെങ്കിൽ എടുക്ക. ഒരു ഫ്രിഡ്ജില് ചോക്ലേറ്റിന്റെ കുക്കീസ് വാങ്ങിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാണാൻ ആരും കണ്ടിട്ടില്ല. എടുക്കുള്ളൂ, ഓരോന്നും എടുക്കുള്ളൂ. അതായത് 3 നേരം ഓരോന്നും എണ്ണത്തിന് എത്ര നേരം വേണം? ഒരു ദിവസത്തിൽ ഒരെണ്ണം എടുക്കണുള്ളൂ. നിങ്ങൾ തിന്നില്ല ഞാൻ ചെയ്യാം. ഞാൻ കണ്ടിട്ടില്ല ഈ പറഞ്ഞ സാധനം. അധികം അമൃതായാൽ. അതെ, അധികമായാൽ അമൃതും വിഷം. നൂല് കറക്റ്റ് പറയാനുള്ളൂ. തെറ്റി പറയും. ഏതൊരു മനുഷ്യനും തെറ്റി പറ്റില്ലേ? തനിക്ക് തെറ്റി പറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ മനുഷ്യ സ്ത്രീയാ. ഞാൻ എന്താ പറയുമ്പോ നൂലുമെന്നിറങ്ങിയ പുണ്യാളത്ത്. അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് എനിക്കറിയില്ല. 12 മണി നേരത്ത് 12 അല്ല 12:45 എന്തൊക്കെയാണോ ഉറങ്ങണില്ലേ ഇന്നാരും? ചൂടാ ബാക്കിയാ എഡിറ്റ് ചെയ്യണം, ഡബ്ബയുടെ വോയിസ് ഓവർ പണി എത്ര കെടുക്കണു. തനി നേരൊന്നും കാണാറില്ലല്ലോ. ബിസിനസ് അത് തനിക്ക് പന്തളിയുടെ മുമ്പിൽ ഇരിക്കണ്ടല്ലോ, നമ്മളുള്ള നേരം ഒന്നിച്ചല്ലേ. അല്ല മമ്മി അങ്ങനെ പറയരുത്. 3 വർഷമായില്ലേ ബിസിനസ് തുടങ്ങിയിട്ട്? അതിലാകെ സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെ അല്ലേ ഡാഡി ഇല്ലാണ്ടുള്ളൂ? അല്ല, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 7 മാസം. 12 മാസം ഒരു കൊല്ലം. 12 മാസത്തില് 7 മാസം ഇല്ല, ബാക്കി 5 മാസം. അതിന് കാര്യമില്ലല്ലോ. താനെ എപ്പോ വിളിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, താനെ എപ്പോ എടുക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം എപ്പോ എടുത്തരും, ഞാൻ അതിന്റെ ഇടയോട് എടുത്തരും. അതേപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കാറായോ, വെച്ചോ, എന്നെ വിളിച്ചോ, എന്തെങ്കിലും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ കൂടെ ഇരുന്ന് കഴിക്കില്ല, എനിക്ക് ഗോൾ അടിക്കണം. ഞാൻ ഭക്ഷണത്തിന് പുറത്ത് വന്നിരുന്നോളാം, എന്നിട്ട് ഒരു പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് പോകും. മതി. പകുതി കൂടി കഴിക്കണമെന്നുണ്ടായിരുന്നു. ഇല്ലാണ്ടത് കഴിക്കാൻ വന്നെടുക്കാനുള്ള മടി. ഇന്നലെ മോളിൽ പൊറോട്ട ആരോ പകുതി എടുത്തതാ, കാഭാഗം എടുത്തതാ, 3/4 ഭാഗം ഉണ്ടായിരുന്നല്ലോ. അവിടെ ഇല്ലാണ്ടല്ലോ. ഇന്നാ 2 പൊറോട്ട എന്നിട്ട് മനുഷ്യൻ ഇത് ബാക്കിയായി. കറക്റ്റ് സത്യം പറഞ്ഞാൽ നമ്മളെ ഒന്നിച്ചിരുന്നെങ്കിൽ ആ പൊറോട്ട കഴിഞ്ഞാനെ. എങ്ങനെയാ ആരും നിർബന്ധിച്ചില്ല. ഭക്ഷണം നിർബന്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തം ഭക്ഷണം കുറവായിട്ടുണ്ട്, മരുന്നും കുറവായിട്ടുണ്ട്. ഡാഡിക്ക് എന്താന്ന് അറിയില്ല, ഇപ്പൊ വർഷത്തിലൊന്നും ഡെയിലി പോയില്ല, ഉറക്കം വരുന്നില്ല. റവന്യൂ ഒന്നും ഇല്ല ഇപ്പൊ. ഒരു യൂട്യൂബറിന്റെ രോദനം, 3 യൂട്യൂബർ രോദനം. അത്ര റിച്ചൊന്നും അല്ല, അണ്ടർ റേറ്റഡ് ആയി ഞങ്ങളൊക്കെ. തള്ളി നീക്കി 8,000 രൂപ ആക്കാൻ പറ്റുമോ?
ഇത് മാത്രല്ല അതുപോലെ വെള്ളപ്പൊക്കെ കിട്ടണേ. രണ്ടാളും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് അതെന്താ കുഴപ്പം? നിങ്ങളിട്ട് വാരിക്കൊല്ലി ഇട്ട് ഡിവൈൻ ക്ലിയർ ആയിരുന്നല്ലോ. ആയിരുന്നു. മമ്മി പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ഏപ്രിൽ 30 തൊട്ട് സെപ്റ്റംബർ വരെ ഞാൻ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. എടുക്കാനുള്ള സമയം കിട്ടാ. അവനങ്ങോട്ട് കൊണ്ടുപോകണ നേരത്തെ മടിയാണ് മടി മടി ഒരു സാധനം കൊണ്ടുപോയി അവിടെ നിന്ന് എടുക്കാം. മടിയാണ് രണ്ടാൾക്കും. അതൊക്കെ ചെയ്യാം. അതൊക്കെ ഞാൻ എന്നും അവനെ വിടാണോ? അല്ല, ഒരു ദിവസം അവിടെ കൊണ്ടുപോകുമ്പോ അത് എടുക്കാന്ന്. ഒരു ദിവസം അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. ഞാൻ ഫ്രീ ആണ്. അപ്പൊ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഡിംപിളോ? ഡിംപിളാണ് എന്നെക്കാളും ഫ്രീ. അവളും വേണമെന്ന് വെച്ചെടുക്കും. ഞാൻ സത്യം പറഞ്ഞ മമ്മിയുടെ മോട്ടിവേഷൻ 5 മാസം ഗുഡ് ഗേൾ ആയിരുന്നു. അതെ, കൃത്യമായിട്ട് ഇടുമായിരുന്നു. എന്റെ മോട്ടിവേഷനിലെ നാട്ടുകാർ നന്നായി. എന്റെ വീട്ടിലെ ഒറ്റകൾക്ക് ഗുണം. വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാരും ആയിട്ട് കുഴപ്പമില്ല, ഞാൻ മാത്രമല്ല. ഭർത്താവ്, മക്കള്, മരുമോള്. നിങ്ങളെ കണ്ടിട്ട് ഇത് യൂട്യൂബറാന്ന് പറയും. നിങ്ങൾ യൂട്യൂബറാന്ന് പറയണില്ലേ? ഇപ്പൊ ഡാഡിക്ക് അഭിമാനിച്ചൂടെ? ചൂടുവെള്ളം വരുന്നുണ്ടോ നോക്കി നോക്ക. എന്ന് വെച്ച് തിളച്ച വെള്ളമല്ല, കുളിക്കാൻ പറ്റുന്ന ചൂടുവെള്ളം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞോ? I love you.